All right. So development of a pyramid, right? ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ പിരമിഡ് എടുത്തിട്ടുള്ള വിച്ച് ഇസ് ബേസ് ഹാവിങ് എ ബി സി ഡി കോർണേഴ്സ് ആൻഡ് ദി എപെക്സ് ഒ. Okay, and also we have a imaginary point M also. That means for the axis OM. ഓർമ്മയിലുണ്ടാവണം എപ്പോഴും നമുക്ക് ഫിഗർ എപ്പോൾ സോളിഡ് വരച്ചു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി എല്ലാ ഫിഗറിലും ആക്സിസ് എപ്പോഴും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, എക്സെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആക്സിസ് കാണിക്കാൻ പറ്റില്ല, കാരണം ലാറ്ററൽ സർഫസ് മാത്രമാണല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആക്സിസ് കിടക്കുന്ന ലാറ്ററൽ സർഫസിലല്ല, സോളിഡിനുള്ളിലാണ്. സോ എക്സെപ്റ്റ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ബാക്കി എല്ലാ ഫിഗേഴ്സിലും ആക്സിസ് കാണിച്ചിരിക്കണം. ഓക്കെ, സോ അതിന് ഡെവലപ്പ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒ എ എന്ന് പറയുന്നൊരു സ്ലാൻഡ് എഡ്ജിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് വിചാരിക്കാം. സോ ഞാൻ ഒ എയിൽ വെച്ചിട്ട് ആ സോളിഡ് കട്ട് ചെയ്തു. ഓക്കെ, ഒ എ എന്ന് പറയുന്ന എഡ്ജിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. സോ വി ഹാവ് എ കപ്പിൾ ഓഫ് ഒ എ. ഓക്കെ, ഒ എ സ്ലാൻഡ് എഡ്ജ് ഞാൻ അതിനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ്, സോ വി നോ ദാറ്റ് ദ പിരമിഡ് ഹാവിങ് എ കൺവേർജിങ് പോയിന്റ് or apex is there. So all the slant edges are coming from the vertex only, that point O. Okay, so നമുക്ക് കാണാൻ പറ്റും O to A എല്ലാ സ്ലാൻഡ് എഡ്ജസും കാണാം. ഡെഫിനറ്റ്ലി ഇൻ ഡെവലപ്മെൻറ്റ് ഓൾ ദ എഡ്ജസ് വിൽ ബി ഓഫ് ട്രൂ ലെങ്ത്. ഓക്കെ, സോ നമ്മൾ ഫിഗർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വി ഷുഡ് നോ ദ ട്രൂ ലെങ്ത് ഓഫ് ദാറ്റ് സ്ലാൻഡ് എഡ്ജ് ആൻഡ് ബേസ് എഡ്ജ്, ഓൾ ഓഫ് എല്ലാ ട്രൂ ലെങ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ സ്ലാൻഡ് എഡ്ജ് ഒ എ ഇറ്റ് ഈസ് ഓഫ് ട്രൂ ലെങ്ത്, ബേസ് എഡ്ജ് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ട്രൂ ലെങ്ത് in A, B, B, C, C, D and D. റൈറ്റ്, ഇതിൻ്റെ യൂസ് എന്തായിരിക്കും? ഇതുപോലൊരു ഷേപ്പ് നിങ്ങൾ പേപ്പറിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ലൈൻസും വരച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ക്വയർ പിരമിഡ്. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾ ഓൾറെഡി സ്കൂളിലൊക്കെ ചെയ്തതായിരിക്കും ഇതുപോലുള്ള സോളിഡ്സ്. ചെയ്തിട്ടുണ്ടോ എപ്പോഴേലും? സ്കൂളിൽ എന്തെങ്കിലും ഒരു എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് സെയിം പ്രൊസീജിയർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് സ്പെല്ലിംഗ് സ്ട്രോങ്, ബേസ് എഡ്ജ് 30 mm ആൻഡ് ഹൈറ്റ് 60 mm, വിച്ച് ഇസ് ഓഫ് ട്രൂ ലെങ്ത് ആക്ച്വലി. റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറയുന്നത് ബേസ് ഈസ് ഓൺ എച്ച് പി. ഓക്കെ, കാരണം ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള സോളിഡ് തരില്ല എന്നൊരു അസംഷനിലാണ്. റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആൻഡ് ടു സൈഡ്സ് ഓഫ് ദ ബേസ് പാരലൽ ടു വി പി. ടു സൈഡ്സ് ഓഫ് ദ ബേസ് പാരലൽ ടു വി പി. സ്ക്വയർ പിരമിഡ് ആണ്, ടു സൈഡ്സ് parallel to VP. That means AB and AB is parallel to VP and CD is parallel to VP. അങ്ങനെയാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ടു ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. രണ്ടും സെയിം ആണ് സ്ക്വയറിൻ്റെ കേസിൽ. ഓക്കെ, ഇവിടെ പറഞ്ഞത് ടു ബേസ് ഈസ് പാരലൽ ടു VP, വിച്ച് ഇസ് സെയിം ആസ് ടു ബേസ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ബൈസെക്റ്റിംഗ് ദ ആക്സിസ്. ഒരു പ്ലെയിൻ വന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സിമ്പിൾ സോളിഡിനല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ളത്. Cut by a plane bisecting the axis. That means that section plane is passing through the middle of the axis or center of the axis. Axis 60 mm എന്ന് പറഞ്ഞു, so 30 mm above ആയിട്ടായിരിക്കും ആക്സിസ് സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നത്. ഓക്കെ, then which is inclined 40 degree to the base. Actually base is resting on HP. That means 40 degree inclined to base means 40 degree inclined to the horizontal plane, HP only. Okay, so ഈ ഒരു സെക്ഷൻ പ്ലെയിൻ നമുക്ക് ഇനിയും പറയാം 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി പെർപെൻഡിക്കുലർ ടു വി പി എന്നും പറയാം. ഓക്കെ, പെർപെൻഡിക്കുലർ ടു വി പി ആണെന്ന് ഇവിടെ തന്നിട്ടില്ല എന്ന് മാത്രം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. എങ്കിൽ മാത്രമേ നമുക്കൊരു വ്യൂവിൽ സെക്ഷൻ പ്ലെയിൻ ഒരു ലൈനായിട്ടൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ പ്ലെയിൻ നമ്മൾ കാണിച്ചത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. ദെൻ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. എന്താണ് ഇത് കാണേണ്ടത്? സെക്ഷൻ്റെ ക്വസ്റ്റൻ ആണോ ഡെവലപ്മെൻറ്റ് ക്വസ്റ്റൻ ആണോ? അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഡ്രോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് ഓഫ് ദ ലോവർ പോർഷൻ ഓഫ് ദ കട്ട് പിരമിഡ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് കാണണം. ഓക്കെ, ലാറ്ററൽ സർഫസ് ആയിരിക്കണം. ഡെഫിനറ്റ്ലി ലാറ്ററൽ സർഫസ് മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോലും വിച്ച് ഈസ് സിമിലർ ടു ലാറ്ററൽ സർഫസസ് ഓൺലി. ഓക്കെ, ഓഫ് ദി ലോവർ പോർഷൻ ഓഫ് ദ കട്ട് പിരമിഡ്. ലോവർ പോർഷൻ ഓഫ് ദ കട്ട് പിരമിഡ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോപ്പ് പോർഷൻ ഈസ് റിമൂവ്ഡ്. ദാറ്റ് മീൻസ് എപെക്സ് ഈസ് റിമൂവ്ഡ് ഓർ ബേസ് ഈസ് റിറ്റെയിൻഡ്. Okay, all the conditions are same. Okay, then I'm going to the orthographic projection, starting with the XY line, and two of its base edges are parallel to VP. That means this one is parallel to VP and this one also parallel to VP. Right, then the base edge is of 30 mm and starting from the extreme left hand in anti-clockwise direction only. Okay, A, B, C, D, and finding the geometric center with the slant edges. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതുപോലെയല്ല, ഇത് സ്ലാൻഡ് എഡ്ജസ് തന്നെ നമ്മൾ വരച്ചിരിക്കുകയാണ്. ആൻഡ് ഹാവിങ് ദ ആക്സിസ് OM.
Okay, and going for the front view, which is A dash, B dash, C dash, D dash, and also M dash in the base, and the axis height is 60 mm, and I'm placing the point O, which chain thin line, and drawing the remaining slant edges. That is OA, OB, OC, OA, OB, OC, and OD. Okay, now the orthographic projection of that solid is completed. Now we have to find the section plane. Right, section plane is actually 40-degree inclined to the base or inclined to the HP. That 40 degrees only visible in front view because which is inclined to HP. Right, so front view നമുക്ക് access section plane കാണാൻ പറ്റും, which should pass through the middle of the axis. So first measure the middle of the axis, that means 30 mm, and from there draw a line which is 40 degree to the base or HP or XY. Right, the section line should be chain thin line with thick ends and arrowhead with the name the trace. This section plane is also perpendicular to VP, so the section line is the trace of vertical trace of that plane. Okay, then now the second step is finding the section points in front view, starting from the extreme left hand and moving along the section plane towards any of the edge. Okay, first the section plane is cutting the edge on OA and OD. Here OA is visible, so point 1 is on OA. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും നിങ്ങൾ റഫായിട്ട് എഴുതി വെക്കുക. ഫിഗറിൽ തന്നെ എവിടെയെങ്കിലും എഴുതിയതിൽ ഒരു കുഴപ്പമില്ല. റഫ് വർക്കൊന്നും എവിടെ നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സോ ഞാൻ പറയുകയാണ് OA ആണ് പോയിൻറ്റ് 1 ഉള്ളത്. ദെൻ അഗെയിൻ മൂവിങ് ആക്സിസ് നോ പോയിൻറ്റ്സ്, ദെൻ OB. സോ OBയിൽ 2, so no more points. Coming back to the solid, here we have a hidden edge, that means OC, so point 3 on OC. Again moving along the section plane, the next edge is OD, which is visible, hidden, sorry, and the point 4 is on OD. Right, completed. So 1 2 3 4, that's the section points. Already നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ് sections. Okay, right. സോ സെക്ഷണൽ ടോപ്പ് വ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ നേരെ ഉദ്ദേശം ഡെവലപ്മെൻറ്റ് വരയ്ക്കലാണ്. സോ ഗോയിങ് ഫോർ ദ ഡെവലപ്മെൻറ്റ്. റൈറ്റ്, അപ്പോൾ നമ്മളോട് പറഞ്ഞു ഡെവലപ്മെൻറ്റ് പാറ്റേൺ ഓഫ് പിരമിഡ് ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, ഒരു ബ്ലൂ കളറിൽ സോളിഡ് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്ലാൻഡ് എഡ്ജ് ആയിരുന്നു നമുക്ക് വേണ്ടത്. ഓക്കെ, സ്ലാൻഡ് എഡ്ജ്. റൈറ്റ്, സോ സ്ലാൻഡ് എഡ്ജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് O to A, ദെൻ അപ് ടു O to A ഓൺലി. സോ O to A ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയണം, ലെങ്ത് എത്രയാണെന്ന് അറിയണം. ലെങ്ത് അറിയാൻ വേണ്ടി ഓക്കെ, O to A ലെങ്ത്തിൽ വേണം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം OA ലെങ്ത് അറിയണം. നമുക്ക് നോക്കാം, OA ഫ്രണ്ട് വ്യൂവിലും കാണാം, ടോപ്പ് വ്യൂവിലും കാണാം. ഇൻ ടോപ്പ് വ്യൂ വിച്ച് ഈസ് OA, വിച്ച് ഈസ് നോട്ട് ട്രൂ ലെങ്ത്. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് O dash A dash കാണാം. ദാറ്റ്സ് ഓൾസോ നോട്ട് എ ട്രൂ ലെങ്ത് അല്ലേ? കാരണം OA ട്രൂ ലെങ്ത് ആവണമെങ്കിൽ, റൈറ്റ്, കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾ ലൈൻസിൽ പഠിച്ച സെയിം കാര്യം, O dash A dash ട്രൂ ലെങ്ത് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? O dash A dashൻ്റെ ടോപ്പ് വ്യൂ നോക്കുക. ദാറ്റ് മീൻസ് OA പാരലൽ ടു XY ലൈൻ ആണെങ്കിൽ നമുക്ക് പറയാം O dash A dash ഈസ് ട്രൂ ലെങ്ത്. പക്ഷേ ഇവിടെ അല്ല. ഓക്കെ, ഏത് സ്ലാൻഡ് എഡ്ജ് വേണമെങ്കിലും നോക്കാം. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ലാൻഡ് എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് കിട്ടിയാൽ മതി. നമുക്ക് OB ഓർ OC ട്രൂ ലെങ്ത് ആണോ നോക്കാം. O dash B dash ഓർ O dash C dash ട്രൂ ലെങ്ത് ആവണമെങ്കിൽ OB ഓർ OC പാരലൽ ടു XY ലൈൻ ആയിരിക്കണം. അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന 4 സ്ലാൻഡ് എഡ്ജസിൽ 4 പേരും ട്രൂ ലെങ്ത് അല്ല. സോ വി കാൺ സ്റ്റാർട്ട് ദ ഡെവലപ്മെൻറ്റ് വിത്ത് ദിസ് റെഡ്യൂസ് ലെങ്ത്. സോ വി നീഡ് ടു ഫൈൻഡ് ദ ട്രൂ ലെങ്ത് ഫസ്റ്റ്. ഓക്കെ, ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുമ്പിൽ ചെയ്ത സെയിം റൊട്ടേഷൻ ആണ് ചെയ്യേണ്ടത് ഇവിടെയും. ഏതെങ്കിലും ഒരു എഡ്ജ് എടുക്കുക, ഏതെങ്കിലും ഒരു എഡ്ജ്. ഫോർ എക്സാമ്പിൾ OA. ഓക്കെ, എല്ലാ സ്ലാൻഡ് എഡ്ജും സെയിം ലെങ്ത് ആണല്ലോ. ഏതിൻ്റെയും ട്രൂ ലെങ്ത് കണ്ടാലും സെയിം ആണ്. ഞാൻ OAയുടെ ട്രൂ ലെങ്ത് കാണാമെന്ന് വിചാരിച്ചു. OA പാരലൽ ടു XY ലൈൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് O dash A dash ട്രൂ ലെങ്ത് ആണെന്ന് പറയാം. സോ OA പാരലൽ ടു XY ലൈനാക്കി വരച്ചു. ഓക്കെ, ഇതാണിപ്പോൾ OAനെ എടുത്തിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് OA മെഷർ ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് പാരലൽ ടു XY ലൈനാക്കി വെച്ചു. ഓക്കെ, സോ നൗ ദിസ് ഇസ് ദ A പോയിന്റ്. OA പാരലൽ ടു XY ലൈൻ ആണെങ്കിൽ നമുക്ക് പറയാം O dash A dash ഈസ്
ട്രൂ ലെങ്ത്. സോ നേരെ ഇവിടെ ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. അവിടെ ഒരു സ്ലാൻഡ് എഡ്ജ് വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് സ്ലാൻഡ് എഡ്ജ് ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ഒ എ. ഓക്കെ, ഒ എ ഈസ് ഇൻക്ലൈൻഡ് വൺ ടു ദ എക്സ് വൈ, സോ I made it parallel to the xy line. So now the other view is true length. So I just went to find the other length, other view, that is this red line. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതാണ് ട്രൂ ലെങ്ത് ഓഫ് സ്ലാൻഡ് എഡ്ജ്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടി. ദിസ് റെഡ് ലൈൻ ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ഓൾ ദി സ്ലാൻഡ് എഡ്ജ്. ഓക്കെ, സോ നമുക്കത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയും നമുക്ക് ചെയ്യാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ഇതിന് പാരലായിട്ടൊക്കെ വെച്ച് നമുക്ക് വരക്കായിരുന്നു. ബട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അതിനുള്ള സ്പേസ് ചിലപ്പോൾ കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒയുടെ ട്രൂ ലെങ്ത് തന്നെ നമുക്കെടുത്ത് വരയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി, ഒഴിവാക്കിയൊക്കെ നമുക്ക് ഒരു നോർമൽ പ്രൊസീജിയറിൽ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, സോ വി ഹാവ് ദ ട്രൂ ലെങ്ത് ഓഫ് ഒ എ, മെഷർ ദിസ് റെഡ് ലൈൻ, ഓക്കെ, ആൻഡ് ഡ്രോ ദ starting of the pattern, that means OA with true length of that solid slant edge. It should be true length. Okay, അപ്പോൾ ഉള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചത് ഇവിടെ വളരെ നീറ്റായിട്ട് കാണിച്ചിരിക്കണം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ലൈനും O ഡാഷ് എ ഡാഷും ഈ ട്രൂ ലെങ്ത് തമ്മിൽ വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. A very small difference of maybe 3-4 millimeter difference, maybe, I'm not sure about that, but in most of the cases, in pentagon hexagon കേസിലൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ 1 or 2 mm ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ ട്രൂ ലെങ്ത് ആണോ ഇല്ലയോ എന്നുള്ളത് ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ആളത് മെഷർ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ they may be looking for the procedure to find the true length. Okay, they may be looking for the procedure to draw the true length. So ട്രൂ ലെങ്ത് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തു എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിരിക്കണം. ദെൻ ഡ്രോ ദ ട്രൂ ലെങ്ത് OA. ഓക്കെ, പിരമിഡ് ആണ്. സോ O ഈസ് ദ കൺവേർജിങ് പോയിന്റ് ഓർ കോമൺ പോയിന്റ് ടു ഓൾ ദ സോളിഡ്സ്. സോ അവിടുന്ന് നമ്മളൊരു സെക്ടർ ഓഫ് എ സർക്കിൾ വരയ്ക്കുക. ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ വിത്ത് ദ റേഡിയസ് ട്രൂ ലെങ്ത് ഓഫ് OA. ഓക്കെ, ട്രൂ ലെങ്ത് ഓഫ് OA ഡയമെൻഷൻ എടുക്കുക. ദെൻ ആ ഡയമെൻഷനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അത് എത്രത്തോളം ആർക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല, ജസ്റ്റ് റഫായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുക. എത്രത്തോളം ആർക്കിൻ്റെ ലെങ്ത് വേണം എന്നുള്ളത് നമുക്കറിയില്ല, ജസ്റ്റ് കീപ് ഇറ്റ് റഫ്. ഇനി നമുക്കറിയാം A ഇവിടെയുണ്ട്, അടുത്ത കോർണർ എന്ന് പറയുന്നത് B ആണ്, ആൻഡ് വിച്ച് ഈസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് 30 mm ലെങ്ത്. സോ മെഷർ ദാറ്റ് 30 mm ലെങ്ത് ആൻഡ് ഡ്രോ ആൻ ആർക്ക് ഓൺ ദിസ് സെക്ടർ ഓഫ് എ സർക്കിൾ. ഓക്കെ, ഞാൻ ആ 30 mm മെഷർ ചെയ്തു. നേരെ നമ്മൾ പാറ്റേണിൽ ഫസ്റ്റ് പോയിന്റ് കട്ട് ചെയ്തു. ദിസ് ഇസ് ദ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ പാറ്റേൺ ഓഫ് പിരമിഡ്. ഓക്കെ, സോ B, then the next distance BC, all of them are same of 30 mm. So എനിക്ക് ഒരേ ഡയമെൻഷൻ തന്നെ എടുത്ത് വരച്ചു പോകാം. CD, DA. ഓക്കെ, A to B, B to C, C to D, D to A. ഈ എഡ്ജസ് ഒക്കെയാണ് വരച്ചത്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എൻഡ് ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ now we have the slant edges OA, OB, OC, OD, OA in pattern, which is what we call the fold lines. Okay, so now we got the pattern of square pyramid. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലോവർ പോർഷൻ, കട്ട് പിരമിഡിൻ്റെ ലോവർ പോർഷൻ്റെ പാറ്റേൺ വരയ്ക്കാനാണ്. സോ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് കളയണം. ടോപ്പ് പോർഷൻ എവിടെ വെച്ചാൽ കട്ട് ചെയ്യുന്ന പറയുകയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ പോയിന്റ്സ് 1, 2, 3, 4 ഓൺ ദി പാറ്റേൺ. സോ ഓരോ ഡയമെൻഷനായിട്ട് കാണാം. അതിനു മുമ്പ് I forgot to mention that we need to draw the base edges AB on the pattern. കാരണം ഇത് നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷനിൽ മാത്രമാണ് ഈ ഒരു ആർക്ക് വരച്ചത്. This arc is not the part of our solid. So we need to draw the straight lines. എല്ലാം base edges. Okay. Then starting from any of the point, that means point 1, 2, 3, 4. Point 1 എങ്ങനെയാണ് പാറ്റേണിലേക്ക് മാർക്ക് ചെയ്യുന്നത് നോക്കാം. Point 1 is actually on OA. ഓക്കെ, point 1 OAയിലാണുള്ളത്. നമുക്കറിയാം O ഇവിടെയുണ്ട്, A ഇവിടെയുണ്ട്. സോ O to 1 ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് OAയിൽ കട്ട് ചെയ്താൽ മതി. O to 1
around here. പക്ഷേ this OA is actually reduced one. In pattern, this is true length. അപ്പോൾ ഇതൊരു 70 ലെങ്ത് ഉണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ ഒരു 75 ലെങ്ത് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് എടുത്ത മെഷർമെൻറ്റ് ഒരു തരത്തിലും നമുക്ക് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം all these slant edges are reduced length. സോ ട്രൂ ലെങ്ത്തിലാണ് ഈ പോയിൻ്റ് ഉള്ളതെങ്കിൽ ആ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, വി ഹാവ് ദ ട്രൂ ലെങ്ത് ലൈൻ ഹിയർ. ട്രൂ ലെങ്ത് കാണാൻ വേണ്ടി നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ പ്രൊജക്ട് ദിസ് പോയിന്റ് ടു ദ ട്രൂ ലെങ്ത് ലൈൻ. ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പുതിയൊരു പോയിന്റ് കിട്ടി. റൈറ്റ്, ദാറ്റ് മീൻസ് ദ പോയിന്റ് 1 ഓൺ ദിസ് റെഡ്യൂസ്ഡ് ലൈൻ ഈസ് സെയിം ആസ് ദ പോയിന്റ് 1 ഓൺ ദിസ് ട്രൂ ലെങ്ത് ലൈൻ. ഓക്കെ, ഇവിടെയും അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന O to this point and O to this point, ഈ രണ്ട് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മേ ബി 1 or 2 millimeter ഓൺലി. വളരെ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഏത് ഡയമെൻഷൻ എടുത്തിട്ടാണ് ഇതിലേക്ക് കട്ട് ചെയ്തെന്നുള്ളത് യു നീഡ് ടു ഷോ ദാറ്റ്. നിങ്ങളത് കാണിച്ചിരിക്കണം ഇവാലുവേറ്ററിനെ ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ അത് അവർ മെഷർ ചെയ്ത് നോക്കേണ്ടി വരും. ചിലപ്പോൾ ഈ മെഷർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാകുക വാല്യുവേഷൻ ടൈമിൽ. ഓക്കെ, ഞാൻ വാല്യുവേഷനെ പറ്റിയാണ് പറയുന്നത്. സോ നിങ്ങൾ ആ പ്രൊസീജിയർ കാണിച്ചിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടുവാർഡ്സ് ദ ട്രൂ ലെങ്ത് ലൈൻ ആൻഡ് മെഷർ ദ ഡിസ്റ്റൻസ് O dash ടു ദിസ് ന്യൂ പോയിന്റ് 1. 1ൻ്റെ പുതിയ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. സോറി, ഞാൻ ആ പോയിന്റ്സ് ഒക്കെ ആദ്യം കണ്ടുവെക്കുമായിരുന്നു. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ്, നോട്ട് ദ റെഡ്യൂസ്ഡ് വൺ, ദ ട്രൂ ലെങ്ത് മെഷർ ചെയ്യാം. നേരെ OAയിലേക്ക് കട്ട് ചെയ്യുക, ദ സെയിം ലെങ്ത്. Okay, the same procedure on 2 also. 2 is actually on OB. ഇത് റെഡ്യൂസ് ലെങ്ത് ആണ്, ഇവിടെ വരച്ചിരിക്കുന്ന OB ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു ഡയമെൻഷൻ എടുത്തിട്ട് ഇവിടെ വരയ്ക്കാൻ പറ്റില്ല. സോ വി നീഡ് ടു പ്രൊജക്ട് ദിസ് ഡിസ്റ്റൻസ് ഓർ പ്രൊജക്ട് ദിസ് പോയിന്റ് ടു എ ട്രൂ ലെങ്ത് ലൈൻ. നേരെ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റ് ചെയ്യാം. ദെൻ നൗ വി ഹാവ് ദ ന്യൂ ലെങ്ത്. ട്രൂ ലെങ്ത്തിൽ നമുക്ക് കിട്ടി. ഈ ഒരു വാല്യൂ മെഷർ ചെയ്തിട്ട് നേരെ നമുക്ക് OBയിൽ കട്ട് ചെയ്യാം. റൈറ്റ്, ദെൻ സെയിം പോയിന്റ് 3 ഈസ് ഓൺ OC. അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് OC ആണ്. സോ C മെഷർമെൻറ്റ് 3 നേരെ പ്രൊജക്റ്റ് ചെയ്യുക ട്രൂ ലെങ്ത്തിലേക്ക്. സെയിം ഡയമെൻഷൻ തന്നെയായിരിക്കും. ഓക്കെ, O to 3 നേരെ എടുത്ത് ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, ഒരു പ്രൊസീജിയർ കൂടെ ചെയ്യാം. ആക്ച്വലി O to 2 ആൻഡ് O to 3 രണ്ടും സെയിം ഡിസ്റ്റൻസിലാണ് നമുക്കറിയാം. ഓക്കെ, O to 2 നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. ഇനി O to 3 സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതേ ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടത്തേക്ക് ഒരു ആർക്ക് വരച്ചാലും മതി. നേരെ ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെയും നമുക്ക് പോയിന്റ് കിട്ടും. ഓക്കെ, സെയിം പ്രൊസീജിയർ ആണെന്ന് മാത്രം. O3 ദെൻ 4 സെയിം ആസ് ഓഫ് പോയിന്റ് 1. O to 1 പോയിന്റ് എടുത്തിട്ട് നേരെ Dയിൽ കട്ട് ചെയ്യുക. എഗെയിൻ നമ്മൾ ഡെവലപ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത എഡ്ജിൽ തന്നെയായിരിക്കും. സോ സെയിം ഡിസ്റ്റൻസ് തന്നെ Aയിലും കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും പുതിയ ഡെവലപ്മെൻറ്റിലുള്ള കട്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ്. റൈറ്റ്, അപ്പോൾ ബോട്ടം പോർഷനാണ്. ഞാൻ ആ പ്രൊസീജിയർ ഒന്നുകൂടെ കാണിച്ചു എന്ന് മാത്രം. ദാറ്റ് മീൻസ് 2, 3 സെയിം പോയിൻ്റ് ആയതുകൊണ്ട് നമുക്കറിയാവുന്നതുകൊണ്ട് OCയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി, 2 തന്നെ നേരെ ഒരു ആർക്ക് കട്ട് ചെയ്താൽ മതി. സെയിം O to 1 ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും O to 4ഉം. അതറിയാവുന്നതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, O to 4ലേക്ക് നേരെ ഒരു ആർക്ക് കട്ട് ചെയ്താലും മതി, നമുക്കറിയാമെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ പ്രൊസീജിയർ വെച്ച് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ O to 1ഉം ഇതേ ഡിസ്റ്റൻസ് തന്നെ നേരെ ഒരു ആർക്ക് കട്ട് ചെയ്താൽ ഇവിടെയും കിട്ടും. ഓക്കെ, സോ ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബോട്ടം പോർഷൻ, കട്ട് പിരമിഡിൻ്റെ ബോട്ടം പോർഷൻ ഡെവലപ്പ് ചെയ്യാനാണ്. സോ ബോട്ടം പോർഷൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വന്നിരിക്കുന്ന പാറ്റേൺ ഇതായിരിക്കും, ബ്ലൂ ലൈൻസ് മാത്രം. ഈ കാണിച്ചിരിക്കുന്ന സ്ലാൻഡ് എഡ്ജിൻ്റെ പോർഷൻസൊക്കെ ഓൾറെഡി റിമൂവ് ചെയ്ത് കളഞ്ഞു. സോ വിച്ച് ഈസ് ഓഫ് കണ്ടിന്യൂസ് തിൻ ലൈൻ വിത്ത് 2H പെൻസിൽ. പിന്നെ ഈ ഒരു ആർക്ക് A to D ഒക്കെ വരച്ചിരിക്കുന്ന ആർക്ക് വിച്ച് ഈസ് ആക്ച്വലി അവർ കൺസ്ട്രക്ഷൻ ലൈൻസ്, അതും 2Hലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ദർ, ഒരിക്കലും മായ്ച്ച് കളയരുത്. ഷുഡ് ബി ദർ വിത്ത് കണ്ടിന്യൂസ് തിൻ ലൈൻ. ഈ ഒരു ബ്ലൂ ലൈൻസ് മാത്രം കണ്ടിന്യൂസ് തിക്ക്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലൈനും അതുപോലെ ഇതും ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയി. ഓക്കെ, സെക്ഷണൽ ടോപ്പ് വ്യൂ ഒന്നും ചോദിച്ചിട്ടില്ല. സെക്ഷണൽ ടോപ്പ് വ്യൂ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തിട്ട് അല്ലേ ഇവിടെയൊക്കെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. നമ്മളോട് വെറും ഡെവലപ്മെൻറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സെക്ഷണൽ ടോപ്പ് വ്യൂയിലേക്കും പോയിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, ഓർത്തോഗ്രാഫിക് വ്യൂസ് വേണം, സെക്ഷൻ പ്ലെയിൻ വേണം, ദെൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എനി ഡൗട്ട്? സർ പ്ലീസ്. സർ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഫോൾഡഡ് ലൈൻസ് തിക്ക് ലൈൻസ് വരക്കുക? ഫോൾഡഡ് ലൈൻസ് നമ്മൾ തിക്കായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളോട് പാറ്റേണാണ് ചോദിച്ചത്. പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പീസ് ഓഫ് പേപ്പർ ആയിരിക്കും അല്ലേ. ആ പീസ് ഓഫ് പേപ്പറിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് അതിൻ്റെ ബൗണ്ടറി മാത്രമായിരിക്കും. ആലോചിച്ച് നോക്കി, ഇതുപോലൊരു പീസ് ഞാൻ പേപ്പർ മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് മാത്രമായിരിക്കും നമ്മുടെ എഡ്ജ്, ആ പേപ്പറിൻ്റെ വിസിബിൾ എഡ്ജ് അല്ലെങ്കിൽ റിയൽ എഡ്ജ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ആ പേപ്പറിന് മുകളിലുള്ള ഫോൾഡ് ലൈൻസ് ആണ്. സോ ഈ 2 to B, 3 to C, 4 to D ഒക്കെ 2H ലൈനിൽ തന്നെ അതുപോലെ വെച്ചാൽ മതി. ഫോൾഡ് ലൈൻസ് കാണിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ദ വിത്ത് 2H പെൻസിൽ. കണ്ടിന്യൂസ് തിക്ക് ആക്കണ്ട, ഒരു പാറ്റേണിലും വേണ്ട, ബൗണ്ടറി മാത്രം വരച്ച് വെച്ചാൽ മതിയോ. ഓക്കെ സർ. ഓക്കെ, പിന്നെ ഒരു 5 minutes കൂടെ ഉണ്ട്. ഓൾറെഡി ബോറടിച്ച് കാണും. നമുക്ക് ആ കോണിൻ്റെ കേസ് കൂടെ ഒന്ന് പറയാം. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് കോൺ, റൈറ്റ്. കോണും ആക്ച്വലി വിച്ച് ഇസ് സിമിലർ ടു ദി പിരമിഡ്. ഒരു കൺവേർജിങ് പോയിന്റ്, ഒരു കോമൺ പോയിന്റ് എപ്പെക്സ് ഉണ്ട് ഓർ വേർട്ടെക്സ് ഉണ്ട്, റൈറ്റ്. അതിന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി വിൽ ഗെറ്റ് എ സെക്ടർ ഓഫ് എ സർക്കിൾ, എ പോർഷൻ ഓഫ് എ സർക്കിൾ. ഓക്കെ, എ സെക്ടർ ഓഫ് എ സർക്കിൾ. അതിൽ നമുക്ക് കാണാൻ പറ്റും, വി ഹാവ് ദ കോർണർ പോയിന്റ് ഹിയർ ഓർ എപ്പെക്സ് ആൻഡ് വി ഹാവ് ദ എൻഡ് പോയിന്റ്സ് ഓവർ ഹിയർ, റൈറ്റ്. ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കോണിൻ്റെ ജനറേറ്റർ ആയിരിക്കും, വിച്ച് ഈസ് ഹാവിങ് ട്രൂ ലെങ്ത് ജനറേറ്റർ. ഓക്കെ, ഇതിൽ ട്രൂ ലെങ്ത് കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. കോണിന് എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജനറേറ്റേഴ്സ് ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, സോ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് O ഇവിടെ ഉണ്ടാവും, ഏതെങ്കിലും ഒരു പോയിന്റ്, എനി ഓഫ് ദി ബിൽട്ടപ്പ് കോർണേഴ്സ് ഓവർ ഹിയർ A, that means OA is the generator length, true length, and with that radius draw a sector of a circle, right. അവിടെ നമ്മളൊരു ആംഗിൾ കണ്ടുപിടിക്കണം. തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്തത്, പിരമിഡിൻ്റെ കേസിൽ ചെയ്തത്, ജസ്റ്റ് ഒരു ആർക്ക് നമ്മൾ റാൻഡം ആയിട്ട് അങ്ങ് വരച്ചു, റഫായിട്ട് ഒരു ഡയമെൻഷൻ എടുക്കാതെ ഈ ഒരു റേഡിയസിൽ കംപ്ലീറ്റ് അങ്ങ് വരച്ച് വെച്ചു. ദെൻ ഓരോ ഡയമെൻഷൻ കോർണേഴ്സ് ABCDA കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നിടത്ത് നമ്മളങ്ങ് ഒഴിവാക്കി. ഓക്കെ, ഇവിടെയാണ് എയിൽ വീണ്ടും എൻഡ് ചെയ്തെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു ലൈന് വരച്ചു, അവർ പാറ്റേൺ ഈസ് കംപ്ലീറ്റഡ്. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല. മറ്റൊന്നും കൂടെ എന്താ റീസൺ എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സബ്റ്റൻഡഡ് ആംഗിൾ, that means the included angle of that sector of a circle, we need to find that first. ഓക്കെ, എങ്ങനെയാണെന്ന് പറയാം. ആ ക്വസ്റ്റ്യനിലേക്ക് പോകും. A cone of base diameter 48 mm, base diameter, okay, point out that dimension which is diameter, not radius. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഏത് വാല്യൂ ആണ് തന്നതെന്നുള്ളത്, ഡയമീറ്റർ ഓർ റേഡിയസ്. ആൻഡ് ഹൈറ്റ് ഈസ് 58 mm, is resting with its base on HP. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യാണ്. ദെൻ ദ ടോപ്പ് പോർഷൻ ഈസ് റിമൂവ്ഡ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏത് പോർഷനാണ് കട്ട് ചെയ്തുള്ളത്. ടോപ്പ് പോർഷൻ ഈസ് റിമൂവ്ഡ് ബൈ എ പ്ലെയിൻ, എ സെക്ഷൻ പ്ലെയിൻ, inclined at 30 degree to HP. Keep in mind that which is also perpendicular to VP. അത് perpendicular to VP കൂടെയാണ്. ഓക്കെ, ആൻഡ് പാസിംഗ് ത്രൂ ദി എക്സ്ട്രീം റൈറ്റ് ഓഫ് ദ ബേസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണല്ലോ. വിത്രോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദ കോൺ. ദാറ്റ് മീൻസ് ദ കട്ട് പിരമിഡിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാം, റൈറ്റ്. ആക്ച്വലി ഇതാണ് അതിൻ്റെ വിഷ്വൽ. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഇതിൻ്റെ 30 degree inclined to the base or HP, passing through the extreme right of the base of the cone. ഓക്കെ, ആൻഡ് നമുക്കറിയാം സെക്ഷൻ പ്ലെയിൻ നേരെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് മീറ്റ് ചെയ്ത് നിർത്തുന്നതായിരിക്കും നമുക്ക് ആ ലൈന് കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് ദ ട്രേസ് ഓഫ് ദാറ്റ് സെക്ഷൻ പ്ലെയിൻ, വിച്ച് ഈസ് വാട്ട് വി കോൾ ടു VT, വെർട്ടിക്കൽ ട്രേസ് ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ. സോ നമുക്കത് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും ആസ് എ സ്ട്രെയിറ്റ് ലൈൻ.
കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതായിരിക്കും ബാക്കി കിടക്കുന്നത്. ഇതാണ് നമ്മൾ വരച്ച സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവിൻ്റെ ഒക്കെ ഫിഗർ. ഓക്കെ, ദെൻ ഈ ഒരു കഷ്ണത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ദാറ്റ്സ് ഓൾ. Then starting from the orthographic front view, top view, base with diameter 48 mm, we have no corners on the circle, so we need to find some built-up corners starting from A to H. Okay, always try to divide the circle into 8 equal portions, not the 4, 8. Keep in mind that 8 equal portions. Okay, then moving for the front view, so we have the axis length 58 and the generators, right? Okay, generatorsന്റെ ലൈൻസ് കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ സെക്ഷൻ പോയിന്റ്സ് ഓൺലി. Okay, and passing through the extreme right end, draw the section plane as a line, chain thin line with thick ends and arrowhead with vertical trace. Then ഓരോ സെക്ഷൻ പോയിന്റ്സ് ആയിട്ട് കാണാം. ആക്ച്വലി നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് ഈ കാര്യങ്ങൾ. ഇവിടെ ആക്സിസ് മാത്രമല്ല, കീപ്പ് ഇൻ മൈൻഡ് ഇത് ഒ സി ആണ്, ഒ ജി ആണ്, ആക്സിസും കൂടെയാണ്. സോ ഒ എമ്മിലുള്ള പോയിന്റ് അല്ല അത്രയും ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ഫോർ ഒ സി ആൻഡ് ഒ ജി, ഒ സി 3 ആൻഡ് ഒ ജി 7, റൈറ്റ്? എല്ലാ സെക്ഷൻ പോയിന്റ്സും കാണാം. ഞാൻ ഓൾറെഡി നമ്മളിത് ചെയ്തു വെച്ചത് കൊണ്ടാണ് പെട്ടെന്ന് വേറെ പറഞ്ഞു പോകുന്നത്. ആൻഡ് മൂവിങ് ഫോർ ദ സെക്ഷൻ ഡെവലപ്മെൻറ്റ്, റൈറ്റ്? സോ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ജനറേറ്ററിൻ്റെ ട്രൂ ലെങ്ത് വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഹാവ് ദ ട്രൂ ലെങ്ത് ഓഫ് ദി ജനറേറ്റർ. ട്രൂ ലെങ്ത് ആണെന്ന് ഞാൻ ഒറ്റയടിക്ക് പറയാൻ കാരണം, ഏതെങ്കിലും ഒരു ജനറേറ്റർ എടുക്കുക, ഒ എ, വെദർ ഒ എ ഈസ് ട്രൂ ലെങ്ത് ഓർ നോട്ട്. എന്ത് ചെക്ക് ചെയ്താൽ മതി? ഒ ഡാഷ് എ ഡാഷ് ട്രൂ ലെങ്ത് ആണോ എന്ന് അറിയണം. ജസ്റ്റ് ഗോ ഫോർ ദ ടോപ്പ് വ്യൂ ഓഫ് ഒ എ. ഒ എയുടെ ടോപ്പ് വ്യൂ പാരലൽ ടു എക്സ് വൈ ആണ്. ഓക്കെ, ടോപ്പ് വ്യൂ ഈസ് പാരലൽ ടു എക്സ് വൈ, സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫ്രണ്ട് വ്യൂ ഈസ് true length. Same as in the case of OE. OE parallel to XY ആണ്, so O dash E dash is true length. ബാക്കിയുള്ള ഒരു സ്ലാൻഡ് എഡ്ജും ട്രൂ ലെങ്ത് അല്ല, കാരണം ബാക്കി എല്ലാത്തിൻ്റെയും ടോപ്പ് വ്യൂ കിടക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഓക്കെ, as you know that. Then നമുക്ക് ആ സബ്റ്റൻഡഡ് ആംഗിൾ ഓർ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ദാറ്റ് സെക്ടർ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഫോർമുല ഈസ് സിമ്പിൾ. ഞാൻ പറഞ്ഞു, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമുക്ക് ഒരേ ഒരു ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ ത്രൂ ഔട്ട് ദിസ് 5 modules. ഒരേ ഒരു ഫോർമുല, ഇറ്റ്സ് വെരി സിമ്പിൾ ഫോർമുല. അതാണ് ഈ കാണുന്നത്. ആകെ വയ്യാറ്റ് പഠിക്കാനുള്ള ഒരേ ഒരു കാര്യം. Okay, that subtended angle theta is equal to 360 into ratio of base circle radius. Okay, base circle radius, that means this one. Radius in the value, നമുക്ക് diameter ആണ് തന്നത്, somewhat 48 or നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത് ഓഫ് ദി ജനറേറ്റർ, R by L. ഓക്കെ, 48 ആയിരുന്നു ഡയമീറ്റർ എന്നത്, സോ റേഡിയസ് ഈസ് 24. ദെൻ ആക്സിസ് ലെങ്ത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ജനറേറ്ററിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. വി നീഡ് ടു ഫൈൻഡ് ദ ജനറേറ്റർ ലെങ്ത്. ഓക്കെ, സിംപ്ലി നിങ്ങൾ പൈതഗോറസ് തിയറം ഒന്ന് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് സ്കെയിലൊന്ന് മെഷർ ചെയ്യാം. ഓൾമോസ്റ്റ് ഇപ്പോൾ 62.77 ഞാൻ ഇട്ടിട്ടുണ്ട്. അത്രയും വാല്യൂ നമുക്ക് കിട്ടില്ല, കാരണം സ്കെയിലിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് 1 millimeter ആണ്. ഇഫ് യു ഹാവ് എ കാൽക്കുലേറ്റർ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് ടു ഫൈൻഡ് ദ ജനറേറ്റർ ലെങ്ത്, ഓർ യു ക്യാൻ മെഷർ ദ ലെങ്ത് വിത്ത് യുവർ സ്കെയിൽ ഓൺലി. Okay, so the ratio of base circle radius to the length of the generator into 360 അപ്പോൾ നമുക്ക് ഒരു 138 ഡിഗ്രി കിട്ടും. യെസ്, എനി മെസ്സേജ്? ഓക്കെ, റൈറ്റ്.